നമസ്കാരം. സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി പോരാട്ട മുഖത്ത് നിലയുറപ്പിച്ചിട്ടുള്ള മുഴുവൻ സംഘങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ പ്രകടമാണ്. ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഹമാസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇസ്രായേലിന് വേണ്ടി ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇവിടെ കൊണ്ടുവന്ന ഈജിപ്തിന്റെ ആ നിലപാടിനോടും ഇവിടെ ഹമാസ് മുഖം തിരിക്കുകയാണ്. ആയുധം താഴെ വെക്കണം എന്നുള്ളതായിരുന്നു ഈജിപ്തിന്റെ ആവശ്യം. അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് ഹമാസ് വ്യക്തമാക്കി. മാത്രമല്ല, മുഴുവൻ ബന്ദികളെയും ഞങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാണ്, മുഴുവൻ ഫലസ്തീനികളെയും ഇസ്രായേൽ വിട്ടു നൽകണം, മാത്രമല്ല ഗസയിൽ നിന്ന് അവർ പൂർണ്ണമായും പിന്മാറണം, യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഹൂത്തികൾ ഇസ്രായേലിനെയും അമേരിക്കയെയും അവർ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സായുധ സേനാംഗങ്ങൾ എന്ന് പറയുന്നത് വെറും 1,00,000 പേരാണ്. ഈ 1,00,000 ആളുകളിൽ എത്ര പേർ ഇപ്പോൾ പോരാട്ട രംഗത്തുണ്ട് എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും കണക്കുകൾ വ്യക്തമാക്കുന്നത് അവരാകെ 1,00,000 പേരേ ഉള്ളൂ. ഈ 1,00,000 പേരോട് ഏറ്റുമുട്ടി അമേരിക്കക്ക് ഒരു മാസമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ പേരുകേട്ട യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ തുടർച്ചയായി മിസൈൽ അറ്റാക്ക് നടത്തുന്നു. അതേസമയം തന്നെ അവർ ഇസ്രായേലിനെയും കൈകാര്യം ചെയ്യുന്നു. ഒരേ സമയം ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ ബോംബ് ഷെൽട്ടറുകൾ അന്വേഷിച്ച് ഓടിക്കാൻ ഹൂത്തികൾക്ക് കഴിയുന്നു. ഹൂത്തികൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മറ്റൊരു ഭാഗത്ത് ഹമാസ് കുറച്ച് ദിവസങ്ങളായി അവർ അത്ര കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ ഭയപ്പെടാവുന്ന അറ്റാക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ തനി നിറം അവർ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നേരത്തെ കരയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആയുധം താഴെ വെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഹമാസ് ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേൽ സൈനികരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷുജയ്യയിലും റഫയിലും ഒക്കെ നിരവധി ഇസ്രായേൽ സൈനികരെ ഹമാസ് കൈകാര്യം ചെയ്തു എന്ന വാർത്തകൾ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നും അതുപോലെ വടക്കൻ ഗസയിൽ ബൈത്ത് ഹനൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൈകാര്യം ചെയ്തു എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കാനോ കൊലപ്പെടാനോ സാധ്യതയുണ്ട് എന്നതാണ് ആ വാർത്ത. അതായത് ഇസ്രായേലിനെ ഹമാസും ഇപ്പോൾ വെള്ളം കുടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ സംയമനം പാലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അവരുടെ ആത്മവിശ്വാസം പ്രകടമാണ്. അതുപോലെ തന്നെ ഹൂത്തികളുടെയും ആത്മവിശ്വാസം വളരെ വ്യക്തമാണ്. ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് ഹൂത്തികളും ഹമാസും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത നിരാശയിലാണ്. അമേരിക്ക ഇസ്രായേലിനെ ഏറെക്കുറെ കൈയൊഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മനസ്സുണ്ടായിട്ടല്ല ഇസ്രായേലിനെ അവർ കൈയൊഴിഞ്ഞിരിക്കുന്നത്, അവർക്ക് നിർവാഹമില്ല. ഇസ്രായേലിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. സൗദി അറേബ്യ പോലും അമേരിക്കയെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇറാന്റെ കോപത്തിന് ഇരയാകാൻ സൗദിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയുമായി കൂട്ടുകൂടാൻ അവർക്ക് കഴിയില്ല. ഇറാൻ അതിശക്തമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശക്തമായ ഭീഷണികളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനോടൊപ്പം നിൽക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇറാനെ പിണക്കിയാൽ ഇത്ര ശക്തമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയോടൊപ്പം നിന്നാൽ, അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നിന്നാൽ, അവരെ രഹസ്യമായി സഹായിച്ചാൽ തീർച്ചയായും ഭാവിയിൽ ഒരു വലിയ പണി വരുന്നുണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനുമായി അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇറാനെ പിണക്കിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും അമേരിക്കയോടൊപ്പം നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അമേരിക്ക ഇസ്രായേലിനെ പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരിക്കലും ഇസ്രായേലിന്റെ ആഗ്രഹപ്രകാരം ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അമേരിക്ക കൂടെ കൈയൊഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേലിൽ കയറി മേയുമെന്ന കാര്യം ഇസ്രായേലിന് നന്നായി അറിയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ആയുധങ്ങൾ, ഇസ്രായേലിന്റെ ബോംബുകൾ, ഇസ്രായേലിന്റെ മിസൈലുകൾ ഇറാൻ വളരെ ചെറിയ ഒരു പടക്കം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ആ ആയുധങ്ങളെ കൈകാര്യം ചെയ്തത്. നമുക്കറിയാം, ട്രൂ പ്രോമിസ് 2 എന്ന പേരിൽ ഇറാൻ ഇസ്രായേലിന് അത്തരത്തിലൊരു പേരിട്ടൊരു ആക്രമണം നടത്തിയപ്പോൾ അതിന് തിരിച്ചടി എന്നോണം ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തി. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ ജോർദാനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ പല മിസൈലുകളും തകർക്കാൻ ഇസ്രായേലിന് വേണ്ടി ഈ രാജ്യങ്ങളും അവരുടെ യുദ്ധക്കപ്പലുകളും ഒക്കെ രംഗത്തെത്തിയപ്പോൾ ഇറാൻ ഇസ്രായേലിനെ പ്രതിരോധിച്ചത് ഒറ്റക്കാണ്. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ
കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം റഷ്യ ഇറാന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇറാന്റെ ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക ഇടപെടണ്ട, ഞങ്ങൾ ഇറാനോടൊപ്പമാണ് എന്നതായിരുന്നു റഷ്യയുടെ പ്രഖ്യാപനം. പലരും പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. അവസാന നിമിഷം റഷ്യ ഇറാനെ ഒഴിവാക്കി അമേരിക്കയോടൊപ്പം നിൽക്കും എന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു. എന്നാൽ ഇവിടെ ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം നടന്നു. ഹമാസും റഷ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില പ്രതികരണങ്ങൾ ഉണ്ടായി. റഷ്യയും ഹൂത്തികളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില പ്രതികരണങ്ങൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായി. ഇപ്പോൾ ഇവിടെ റഷ്യയുടെ ഇടപെടലിനെ തുടർന്ന് ചൈന പോലും ഹൂത്തികൾക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു. എന്തായാലും ഇവിടെ ഇറാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ കൂടി രംഗത്തെത്തിയതോടുകൂടി ഇസ്രായേൽ ഒരു പണി ശരിക്കും മണക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിനകത്ത് ഇറാൻ കയറി മേയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ.